ഇവിടെയാണ് പൂജ നടക്കുന്നത്. എൻ്റെ കയ്യിരിക്കുന്ന ഈ നാരങ്ങ മിഠായി ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? கயாவில் தான் ஃபஸ்ட்டு புத்தகையா, அடுத்து தென்னிந்தியாவில் இங்கே தான் இருக்குவார். സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറായിട്ടുള്ള ആര്യങ്കാവിൽ നിന്നൊരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റിയൊരു ബുദ്ധക്ഷേത്രമുണ്ട്. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സ്ഥലം വന്നിട്ട് ശങ്കരൻകോവിലിനടുത്തുള്ള വീരിരിപ്പ് എന്ന് പറയുന്നൊരു വില്ലേജിലാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വീക്കെൻഡിലൊക്കെ പോയിട്ട് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയതല്ല, ഒന്ന് റിഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പോട്ടാണ്. അധികം ആർക്കൊന്നും അറിയപ്പെടാത്തൊരു ബുദ്ധക്ഷേത്രമാണ്. ഞാനും ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് ഇതുകൊണ്ടൊരു ബുദ്ധക്ഷേത്രം നമ്മുടെ കേരളത്തിന് ഇത്ര അടുത്തായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം. 60 കിലോമീറ്റർ മറ്റേ വരുന്നുള്ളൂ നമ്മുടെ ആര്യങ്കാവിൽ നിന്ന്. ശരിക്കും 2-3 റൂട്ട് വഴി നമുക്കിവിടെ പോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് മാപ്പിനെ ആശ്രയിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ശങ്കരൻകോവിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ വീരിരിപ്പ് വില്ലേജ് ചോദിക്കുകയോ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അങ്ങനെ നമ്മുടെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗോപുരം കാണാൻ പറ്റും. പിന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിയുന്ന ഭാഗത്തായിട്ട് ഈ ഒരു ബോർഡ് കാണാൻ പറ്റും. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. ആ ബോർഡ് കറക്റ്റായിട്ട് നമുക്ക് അടുത്ത് വരുമ്പോഴേ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. അങ്ങനത്തെ ഒരു പോർഷനാണ് ബോർഡ് ഇരിക്കുന്നത്. വലിയ ബോർഡൊന്നുമല്ല, അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പാലക്കാടിൻ്റെയൊക്കെ ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു ഫീലാണ് ശരിക്കും ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ. നമ്മളൊരു 3 മണി ടൈമിലൊക്കെയാണ് വന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അമ്പലത്തിൻ്റെ അടച്ചിട്ടേക്കുമായിരിക്കുമോ, കയറാൻ പറ്റുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാൻ പറ്റും. ഓപ്പണായിട്ട് കിടക്കുന്ന, രാത്രി കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അല്ല, ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല, പക്ഷേ പൂജയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സമയമുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ആർച്ചിൻ്റെ ഫ്രണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. വാഹനം ഒതുക്കി ആർച്ചിൻ്റെ 2 സൈഡിലോട്ട് അവരുടെ ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. പാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അകത്ത് കയറാൻ പറ്റും. നമ്മൾ പോയപ്പോൾ ഒരു 3 മണി ടൈം ആയതുകൊണ്ടായിരിക്കും, ഒരു പക്ഷേ വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ അധികം ആരും ഇല്ലായിരുന്നു. ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. கயாவில் தான் ஃபஸ்ட்டு புத்தகையா, அடுத்து தென்னிந்தியாவில் இங்கே தான் இருக்குது, வேறு எங்கேயுமே இல்லை. தமிழ்நாடு, ஆந்திரா, கர்நாடகா, கேரளா 4 மாநிலத்துக்கும் இங்கே தான் இருக்குது, வேறு எந்த இடமும் கிடைக்காது. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയാണ് പൂജ ടൈം. അതുപോലെ തന്നെ രാവിലെയും 4:30 മുതൽ 6 മണി വരെയാണ് പൂജ ടൈം. നമുക്ക് ആർക്ക് വേണമെങ്കിലും പൂജയിൽ പങ്കെടുക്കാൻ പറ്റും കേട്ടോ. இந்தியா ஃபுல்லாமே வெளிநாட்டுக்கு தான் புத்த புக்குகள் வந்து விழா ஃபங்க்ஷன் வச்சுருந்தோம். அதுக்கு எல்லா நாட்டுக்காரனும் வந்தது. February 22 எங்களுக்கு மிஸ் ஆயிடுச்சு. அப்படியா? சரி சரி. വരണം നനച്ചാണ് വര മുടിയാതെ. ഗോപുരത്തിന് ചുറ്റും 3 തട്ടായിട്ടാണ് ഇതിൻ്റെ നിർമ്മിതി. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും സിമെൻറ്റും പാറയും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഭയങ്കര ഒരു ഫിനിഷിംഗ് ആണ് ഈ വർക്കിന് വന്നിട്ട്. ഗോപുരത്തിൻ്റെ കാഴ്ച കണ്ടതിന് ശേഷം നേരെ ഞാൻ പൂജാഹാളിലേക്ക് വന്നു. പൂജ തുടങ്ങിയിരുന്നു. പൂജയിൽ പങ്കെടുത്തു, മെഡിറ്റേറ്റ് ചെയ്തു. ശരിക്കും നമ്മൾ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇവിടുത്തെ അന്തേവാസി പറഞ്ഞുകൊണ്ട് ഉള്ളിലെ വിഷ്വൽസ് ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ. ഇതാണ് പൂജാ ഹാള് കേട്ടോ. വിദേശികളാണ് പൂജ ചെയ്യുന്നത്. എൻ്റെ കയ്യിരിക്കുന്ന ഈ നാരങ്ങ മിഠായില്ലേ, ഇത് അവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ് കേട്ടോ. ബിസ്ക്കറ്റുകളും മറ്റുമൊക്കെ പൂജയ്ക്കായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടായി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 22, അതായത് 2026 ഫെബ്രുവരി 22 വിദേശത്തു നിന്നും മറ്റും ധാരാളം മൊണാസ്ട്രികളൊക്കെ വന്നിരുന്നു. ശ്രീബുദ്ധൻ്റെ അസ്ഥി ഈ ഗോപുരത്തിന് മുകളിലും താഴെയായിട്ട് സ്ഥാപിക്കപ്പെടുന്ന ചടങ്ങായിരുന്നു. இடம் ஒத்துக்கிடலை. புத்தருடைய இடம் வந்து அமைதிக்காக வேண்டி மலை ஸ்கில் இருக்குல்ல, ஆமாம் ஆமாம், அது கிடைச்சா இடம் கிடைக்க மாட்டேங்குது. இடம் கிடைச்சா ஸ்கில் மலை இல்லை. அந்த சூழ்நிலையில் எல்லா இடமும் தேடி பார்த்துட்டா கடைசிக்கு இந்த இடம் தான் அவருக்கு பிடிச்சிருக்கு. ഗോപുരത്തിൻ്റെ 4 സൈഡിലും
ശ്രീബുദ്ധൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശില്പങ്ങളുണ്ട്. ഞാനിവിടുത്തെ അന്തരീക്ഷം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. കാറ്റിൻ്റെ ശബ്ദമല്ലാതെ വേറൊന്നും ഇല്ല, അത്രയ്ക്ക് സൈലൻ്റാണ്. பின்பக்கம் மலை இருக்கு. அந்த மாதிரி இடம் தான் இடம் அமைதியாக உள்ள இடம். സൈലന്റ് പീസ്. സൈലന്റ് ഇല്ലാமல் സൈലൻ്റാக இருக்கும். அதுக்காகத்தான் இடத்தை പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഫ്രെയിമാണ്. നമ്മൾ എവിടെ ക്യാമറ വെച്ചാലും അതെല്ലാം നല്ല കിടുക്കാച്ച് ഫ്രെയിമാണെന്നുള്ളൊരു കാര്യമാണ്. പിന്നീട് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് 1-2 ഫാമിലീസൊക്കെ വന്നിരുന്നു. പക്ഷേ അവരെല്ലാം ആ ലൊക്കാലിറ്റിയിൽ തന്നെ ഉള്ളവരായിരുന്നു. പുറത്തൊന്നും അങ്ങനെ അധികം ആരും വന്ന് കണ്ടില്ല. അകത്തെ കാഴ്ചകൾ കണ്ടിറങ്ങിയാലും അവിടുത്തെ വിശേഷങ്ങൾ തീരുന്നില്ല. കോമ്പൗണ്ടിന് വെളിയിലായിട്ട് ഗാന്ധിജിയുടെ ഒരു മ്യൂസിയം കൂടി നിർമ്മിച്ചിട്ടുണ്ട്. പണി പൂർത്തിയായിട്ടില്ല. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.